നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ മൂന്നാർ പോകാൻ വേണ്ടി നമ്മൾ അടിമാലി വഴിയാണല്ലോ എന്തായാലും മൂന്നാർ പോകുന്നത്. ഇപ്പോൾ ഈ അടിമാലി വഴി മൂന്നാർ പോകുമ്പോൾ അടിമാലി കഴിഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, പേര് കേട്ടാൽ ഞെട്ടും, പൊട്ടാസ്. എന്താണെന്നല്ലേ പൊട്ടാസ്? കണ്ടറിയാം. ഓക്കെ, കമാ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് അറിയാമെന്നുള്ളത്. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കണ്ടു തന്നെ അറിയാം. ഇപ്പം നോക്കും, കൊണ്ടറിയാം. ഭയങ്കര രസട്ടോ, ഭയങ്കര രസമാണ് സത്യം. കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തത്ര സത്യം പറഞ്ഞാൽ ഇത് ഒരു ദിവസം നിങ്ങൾ വരണം. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് കേട്ടോ സത്യം. കാര്യം ഞാനിപ്പോൾ ഇരുന്നപ്പോൾ ഇനി പറഞ്ഞപ്പോഴോ കണ്ടപ്പോഴോ ഒന്നും എനിക്ക് അതിൻ്റെ ഒരു ഇത് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര രസം. നമുക്ക് തൊടാം, എൻ്റെ തൊടാം, അത്ര സ്നേഹമാണ് കേട്ടോ. സൂപ്പർ. മുടക്കരുത്. സത്യം ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാര്യം ഇത് വരേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. നമ്മൾ എവിടെ നിന്ന് വന്നപ്പോഴും വെറുതെ ഒന്ന് കയറി കാണാമെന്നുള്ളത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇത്തരത്തിലൊരു എനിക്ക് തോന്നുന്നില്ല ഇവിടെ വേറെ, അതായത് നമ്മുടെ കേരളത്തിൽ വേറെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സാറ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ എല്ലാം അറിയാമെന്നുള്ളത് നമുക്ക് ഒരാളെ പരിചയപ്പെട്ടാൽ. സാർ എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? എന്താണ് ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? വെള്ളം, ബീൻ, ബാമ്പു, ഇത് മൂന്നുമാണ്. ഇത് മൂന്നും കൂടെയുള്ള ഒരു സമ്മിളിതമായ ഞങ്ങളൊരു പുതിയ ആക്ടിവിറ്റികൾ ആവിഷ്കരിച്ച് അത് അനുഭവിക്കുന്നവർക്കെല്ലാം അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. സാർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ചാലേ അറിയാവും. അപ്പോൾ അതിന് വരിക, അനുഭവിക്കുക. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു 2017 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2018 പ്രളയം വന്നു. അപ്പോഴെങ്ങനെയായിരുന്നു അതിനെ ഒന്ന് അതിജീവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഈ കൃഷികളൊക്കെ നോക്കിയത്? ശരിക്കും പറഞ്ഞാൽ 2017 2005 ആരംഭിച്ചതാണ്. കാരണം ഈ തടാകം ഞങ്ങൾ ഉണ്ടാക്കിയത് 2005. അന്ന് മുതൽ മീൻ വളത്തില്, കൊഞ്ചു വളത്തില് അങ്ങനെ പലതും ചെയ്തു. ഞാൻ ബേസിക്കലി ഐ എം എ ഫാർമർ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് ചിന്തിച്ചത്. അപ്പോൾ നമ്മുടെ ഇപ്പം നേരത്തെ അവിടെ വെച്ച് പറഞ്ഞില്ലേ, എങ്ങനെ ഈ ചങ്ങാടത്തിലുള്ള വെള്ളത്തിലാണ് ഇനിയുള്ള പരിപാടികൾ, അതായത് നമ്മൾ ചങ്ങാടത്തിൽ കൂടെ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ കാണണം പ്ലീസ്.
ഈ മീൻ എങ്ങനെയാണ് ഇത്ര സ്നേഹപൂർവ്വം നമ്മളോടൊപ്പം കൂടുന്നത്? അനവധി കാലത്തെ പരിചരണം കൊണ്ട് നമ്മുടെ വീട്ടിലെ പട്ടിയും പൂച്ചയും നമ്മളോട് അടുപ്പം കാണിക്കുകയും വിളിച്ചാൽ ഓടി വരികയും ചെയ്യുന്ന മാതിരി തന്നെ ഈ മത്സ്യത്തെയും കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലം മുതലേ ഞങ്ങൾ തീറ്റ കൊടുത്തും തൊട്ട് തലോടിയും എല്ലാം സന്തോഷിപ്പിച്ച് അതങ്ങനെ ആയിത്തീരും. ഭയങ്കര വലിയ ചങ്ങാട. ഇതിൽ 20 പേർക്കാണ് ഇരിക്കാൻ പറ്റുന്നത്. 20 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചങ്ങാടമാണ്. പിന്നെ ഇവിടുത്തെ ഈ സ്പേസ് എന്ന് പറയുന്നത് അതാ ഈ ബാക്കിൽ കാണുന്ന ഇതൊക്കെ കണ്ടോ, ഒരേ സമയം 20 പേർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഇത്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ഏതെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ ഈ മീനുകൾ ഇങ്ങനെ നമ്മൾ കാലിങ്ങനെ വെള്ളത്തിൽ താഴ്ത്തിയിടുക, ഇങ്ങനെ കാലിലിങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കും മീനുകൾ. ഭയങ്കര രസമാണ്, ഭയങ്കര രസം. സത്യം പറഞ്ഞാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. വെള്ളമൊക്കെ തെറിക്കുന്നുണ്ട്, മീനുകൾ കിടന്ന് ഇങ്ങനെ പിടക്കിയാട്ടോ. പക്ഷേ നമുക്ക് എന്തൊരു പേടി തോന്നും ആദ്യമായിട്ട് വരുമ്പോൾ, കാര്യം എങ്ങനെയാണ് മീൻ കൊത്തുമോ അങ്ങനത്തെയൊക്കെ. പക്ഷേ ഒരു പ്രശ്നമില്ല, ഭയങ്കര രസമാണ്. നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതൊക്കെയാണ് മീനുകൾ, അറിയാലോ. ഇതാ ഓക്കേ, ഇത് നമ്മളെ ലൊക്കേഷൻ. നമ്മളെ കൊണ്ടുപോകുന്ന നമ്മുടെ ചേട്ടനാണ് കേട്ടോ. ഒരു ഹായ് കൊടുത്ത ചേട്ടാ. രാജേഷ് പൊളിയല്ലേ? രാജേഷ് ഇങ്ങനെ തീറ്റ ഇട്ടുകൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അടിപൊളി കേട്ടോ, രക്ഷയില്ല. ഞങ്ങള് ചങ്ങാടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല കാര്യം ഇത്തരത്തിൽ ഈ മീനുകളൊക്കെ നിങ്ങൾ നോക്കിയത് കയ്യിൽ വരുന്നുണ്ട്. നമ്മുടെ കൈ ഇങ്ങനെ ഇട്ടല്ല, കയ്യിൽ ഇങ്ങനെ നിൽക്കും. ഇതൊക്കെ ഒരു രസമല്ലേ? ഞങ്ങൾക്കിവിടെ 11 റൈഡും. ഏറ്റവും ആദ്യം നമുക്ക് ഒരു ഫൺ ഫ്ലോട്ട്, അത് ബാംബു കൊണ്ടുള്ള ഒരു ഫ്ലോട്ടാണ്. അതിന് മുകളിൽ കൂടി നടക്കുമ്പോൾ തിരമാലയ്ക്ക് മുകളിൽ കൂടി നടക്കുന്ന ഒരു അനുഭൂതി ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഫൺ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫിഷ് അരേനയിൽ കുറച്ച് 15 മിനിറ്റ് ചിലവഴിക്കുക. മീൻ, നൂറുകണക്കിന് മീൻ നിങ്ങളുടെ കാലിന് ചുറ്റും വരും. നിങ്ങൾക്ക് അവയെ തൊട്ട് തലോടാം. ചിലർ അതിനെടുത്ത് ഉമ്മ വയ്ക്കുന്നവർ വരെയുണ്ട്. അതൊരു പ്രത്യേക അനുഭൂതിയാണ്. അതിനുശേഷം ഇല്ലിച്ചങ്ങാടത്തിൽ അരമണിക്കൂർ യാത്ര. ആ യാത്രയിൽ ഉടനീളം നിങ്ങളുടെ കാല് വെള്ളത്തിലിട്ടുള്ള ആ യാത്രയിൽ ഉടനീളം നൂറുകണക്കിന് കോഴിക്കാർപ്പ് മീനുകൾ നിങ്ങളോടൊപ്പം ഉല്ലസിക്കാൻ പറ്റും. അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി 100% റിലാക്സേഷൻ എന്നാണ് എല്ലാവരും പറയുന്നത്. അത്രയ്ക്ക് വലിയ ഒരനുഭൂതി. പിന്നെ പെഡൽ ബോട്ടുണ്ട്. 4 പേർക്ക് അരമണിക്കൂർ വെള്ളത്തിൽ ചവിട്ടി നടക്കാം. പിന്നെ കൊട്ടവഞ്ചിയുണ്ട്. കൊട്ടവഞ്ചിയിൽ ഞങ്ങളുടെ തുഴച്ചിൽക്കാർ നിങ്ങൾ സ്പിൻ ചെയ്യും. അതും വളരെ വലിയൊരു അനുഭൂതിയാണ്. പിന്നീട് കയാക്കുണ്ട്. 2 പേർക്ക്, ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ കപ്പിൾസിന് ഒന്നിച്ച് പോകാൻ പറ്റുന്ന കയാക്ക്. 2 വശവും തുഴഞ്ഞ് മുമ്പോട്ട് പോകാം. അതും ബാംബുവാണ്. പിന്നെ ബാലി സ്വിങ് എന്ന് പറയുന്ന ജയൻറ്റ് സ്വിങ്. ഇന്തോനേഷ്യയിലെ ബാലിയാണ് ഊഞ്ഞാലിൻ്റെ പ്രസിദ്ധം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ആ ഊഞ്ഞാലിൽ കയറാൻ വേണ്ടി മാത്രം അവിടെ ചെല്ലാറുണ്ട്. അതുകൊണ്ടാണ് ബാലി സ്വിങ് എന്നുള്ള പേര് വന്നത്. ആ സ്വിങ് ഇവിടെ ബാലിയിൽ 65 അടി ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലുകളാണ് സാധാരണയുള്ളത്.
ഇവിടെ ഞങ്ങൾ 80 അടി ഉയരത്തിൽ കെട്ടിയിരിക്കുന്നു. അതും ഒരു വലിയ അനുഭൂതിയാണ്. ഹാർനസും ജാക്കറ്റും എല്ലാം വീട്ടിലുള്ള ഒരു ഊഞ്ഞാലാണ്. പിന്നീട് സിപ്പ് ലൈൻ എല്ലായിടത്തും ഉള്ളതാണ്, അതുപോലെ ഇവിടെയും. പിന്നീട് വാട്ടർ സോർബിംഗ്, വെള്ളത്തിനകത്ത് വലിയ വീർപ്പിച്ച ബലൂണിൽ അകത്ത് കയറി നമുക്ക് ഉരുണ്ട് പറയാം. പിന്നെ ചൂണ്ടയിടാൻ ഹരം ഉള്ളവർക്ക് ചെറിയ ചൂണ്ട കൊടുക്കും, ചെറിയ മീനുകളെ ചൂണ്ടയിട്ട് പിടിക്കും. പിന്നീടുള്ളത് ട്രാംബലീനാണ്. സ്പ്രിങ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ചാടി രസിക്കാം. പിന്നെ സാധാരണ ഊഞ്ഞാലും കൂടി എക്സ്ട്രാ. ഇത്രയും ഐറ്റംസാണ് ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എക്സ്പീരിയൻസ്, അതായത് അടിമാലി മൂന്നാറിലേക്ക് പോകുമ്പോൾ അടിമാലിയിൽ ഉള്ള പൊട്ടാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കുട്ടികളും ഫാമിലി വരുമ്പോൾ ഫാമിലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. അപ്പം ഇതിൻ്റെ എന്തായാലും എല്ലാവരും വരിക. ഈ മൂന്നാർ പോകുന്നവർ എന്തായാലും തീർച്ചയായിട്ടും ഇറങ്ങേണ്ട ഒരു സ്ഥലമാണ്, എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ്. അപ്പോൾ അടുത്ത സ്ഥലത്ത് കാണുന്നവരെ